ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നോക്കിക്കേ, ഞാനൊരു ക്രീക്കിൻ്റെ സൈഡിലായിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടോ, ഒരുപാട് കല്ലുകൾ, വിവിധ സൈസിലും ഷേപ്പിലുമുള്ള കല്ലുകൾ അല്ലേ. എന്നാൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ കല്ലുകളൊക്കെ ഈ വെള്ളം കല്ലുകളുടെ മുകളിലൂടെ ഒഴുകിയും, അതുപോലെ ഈ കല്ലുകൾ ഇതിനകത്തിങ്ങനെ ഉരുണ്ടുരുണ്ട് ഒഴുകി നടന്നും അനേക വർഷങ്ങളായി ഈ കല്ലുകൾക്ക് ഭയങ്കര മാറ്റം സംഭവിച്ചു. അതായത് കൂർത്ത് മൂർച്ചയുള്ള കല്ലുകൾ നിരന്തരമായ ഒഴുക്കിലൂടി അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ, കൂർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തേഞ്ഞ് വളരെ മൃദുലമായി, അതുപോലെ കാണാൻ ഭംഗിയുള്ള കല്ലുകളായി ഇവയൊക്കെ തീർന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ദൈവവചനം അത് ജീവജലമാ അല്ലെ. ഈ ദൈവവചനം നാം നിരന്തരം വായിക്കുകയും അതുപോലെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിൽ അസാധാരണമായ രൂപാന്തരം വരുത്തും. നമ്മളുടെ സ്വഭാവത്തിന് വലിയ മാറ്റം വരുത്തും. നമ്മുടെ അപ്പിയറൻസിൽ പോലും ദൈവവചനം രൂപാന്തരം വരുത്തും. എത്ര റഫ് ആൻഡ് ടഫായ വ്യക്തിയെയും വചനം രൂപാന്തരപ്പെടുത്തും. അതെ പ്രിയപ്പെട്ടവരെ, നിരന്തരമായി വചനം ധ്യാനിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് സാദൃശ്യമുള്ളവരായി നമ്മളെ ആ വചനം രൂപാന്തരപ്പെടുത്തും. ബ്ലെസ് യു.